അമ്മേ, നിങ്ങളുടെ കൂടെ തന്നെ ഞാനും വരാം. നീ എന്തോന്നാ ചെയ്തോണ്ടിരിക്കുന്നേ? പ്രിയന്തി, നീ നിന്റെ അച്ഛൻ പറയുന്നത് തെറ്റായിട്ടാണ് കാണുന്നേ. എല്ലാ കുട്ടികൾക്കും അച്ഛനും അമ്മയും ഉണ്ടാകും. ഒരുപക്ഷെ നമ്മൾ അച്ഛനമ്മമാർക്ക് മതിപ്പ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഭാവി നശിച്ചു പോകും. എല്ലാ കാര്യം സാർ എന്നോട് പറഞ്ഞു. നിന്റെ അമ്മ മരിച്ചത് മുതൽ നിന്നെ വളർത്താൻ വേണ്ടി അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അവരുടെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ പ്രിയന്തി. അവരുടെ അച്ഛനായിട്ട് എന്താണോ ചെയ്യേണ്ടത് അതാണ് നിനക്ക് ചെയ്തിരിക്കുന്നത്. നീ എന്തിനാ അവരെ പ്രൊഫഷണലായിട്ട് മാത്രം കാണുന്നത്? എന്തുകൊണ്ട് അവരെ അച്ഛനായിട്ട് കാണാത്തെ? ഇവിടെ നോക്ക് പ്രിയന്തി, നീ എത്രത്തോളം ലക്കിയാണെന്ന് നിനക്കറിയാമോ? എനിക്ക് 8 വയസ്സുള്ളപ്പോഴ് എന്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയി എന്റെ മാമ എന്നെ നോക്കിയത്. പക്ഷെ നീ ഒരുപാട് ഭാഗ്യമുള്ളവളാ. എന്തെന്നാൽ നിനക്കൊരു അച്ഛനുണ്ട്. അവര് നിന്റെ മേലെ സ്നേഹവും ഇഷ്ടവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ആരുമില്ല. സോറി, ഞാൻ കുറച്ച് ഇമോഷണലായി, അതാ. ശരി, വാ, ഞാൻ നിന്നെ വീട്ടിലാക്കാം. ഇല്ല, എന്റെ അച്ഛനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന ധൈര്യം എനിക്കില്ല. അദ്ദേഹത്തെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിന്നോടൊരു ചെറിയ കഥ പറയട്ടെ. ഒരു ഗ്രാമത്തിലുള്ള പയ്യൻ അവന്റെ അച്ഛന്റെ കാശ് കട്ടിട്ട് അതൊരു പുഴയിലേക്ക് എറിഞ്ഞു. ഗ്രാമത്തിലുള്ളവർക്കൊക്കെ അവനോട് ഭയങ്കര ദേഷ്യമായി. പക്ഷെ അവന്റെ അച്ഛൻ മാത്രം ഗ്രാമത്തിലുള്ളവരോട് പോയി സംസാരിച്ചു. എന്റെ മകനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അതവർക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതാണ് ജനിപ്പിച്ചവരുടെ ഇഷ്ടം. സാറ് നീ കാരണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവര് ഭക്ഷണോ ഉറക്കോ എല്ലാം മറന്നുപോയി. ഇവിടെ നോക്ക് പ്രിയന്തി, ഇനി നീ ഒരു പുതിയ ജീവിതം തുടങ്ങ്. നമ്മുടെ ഭാവി ജീവിതത്തിലെ നമ്മൾ എങ്ങനെ നോക്കുന്നോ അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റൂ. നിന്റെ പോയ കാലങ്ങളെ കുറിച്ചൊക്കെ മറന്നിട്ട് നിന്റെ അച്ഛനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. വാ, പോവാം. സർ, അച്ഛാ, എന്നോട് ക്ഷമിക്ക അച്ഛാ. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആരോടും സോറി ചോദിച്ചിട്ടേ ഇല്ല. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു അച്ഛാ, നിറയെ തെറ്റുകൾ ചെയ്തു. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണോ അച്ഛാ? I'm sorry അച്ഛാ. I'm sorry അച്ഛാ. I'm sorry. നിറയെ മിസ്റ്റേക്സ് ചെയ്തായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ല. I am sorry. കരയല്ലേ മോളെ, കരയല്ലേ. അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും മക്കളെ വെറുക്കാൻ കഴിയില്ല മോളെ. നീ നിന്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വന്നില്ല. അതാണ് മോളെ ഈ അച്ഛന് ഏറ്റവും വലിയ സന്തോഷം. സർ, ഇപ്പൊ എനിക്ക് പോണം സർ. മോനെ, നീ ഇവിടുന്ന് കഴിച്ചിട്ടേ പോകാവൂ. ഞാൻ വേറൊരു ദിവസം വന്ന് കഴിക്കാം സർ. ഞാൻ പോവാണ് പ്രിയന്തി. സർ, മോളെ, ദുർജയൻ ഒരു ജീനിയസാ. ഇതുപോലൊരു മകന് ജന്മം നൽകിയതിന് അവന്റെ അച്ഛനും അമ്മയും അഭിമാനിക്കണം. അത്രയ്ക്ക് നല്ല മോനെ അവൻ. നീ എന്തു പറയുന്നു മോളെ?
ചെല്ല്, ഫ്രഷ് ആയിട്ട് വാ. നമുക്കിന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. 2 minutes. ഇവിടെ നോക്ക് പ്രിയന്തി, ഇനി നീ പുതിയൊരു ജീവിതം തുടങ്ങ്. നമ്മുടെ ഭാവി ജീവിതത്തെ നമ്മൾ എങ്ങനെ നോക്കുന്നോ അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നിന്റെ പഴയ കാലത്തൊക്കെ മറന്നിട്ട് നിന്റെ അച്ഛനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങ്. ഏയ്, നീ പോലീസ് ഓഫീസറാണോ മ്യൂസീഷ്യനാണോ? കിട്ടി. മോനെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹലുവ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് കഴിച്ചു നോക്ക്. പിന്നെ അങ്ങോട്ട് നിനക്ക് ഭയങ്കര ഉന്മേഷമായിരിക്കും. എന്താ പറയാൻ വരുന്നത്? എനിക്ക് ശക്തിയില്ലെന്നോ? നീ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴേ അറിയാം നിനക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്ന കാര്യം. കിടക്കുന്നെന്നോ? നിനക്കെന്താ പ്രാന്തായോ? അസ്സലാമു അലൈക്കും. സേട്ടെ, അവന്റെ മേൽ എന്തിനൊരു ഇന്ന് രാത്രി 50 കോടിയുടെ മാംഗോസാ വെക്കാൻ പോകുന്നത്. എന്താ ഇതൊക്കെ? ഞാൻ കാസ്പൂർ ബ്രിട്ടീഷിൽ നിന്ന് ചരക്കെടുത്തിട്ടുണ്ട്. ഇരിക്കെ. അസ്മത്, എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട്. നിനക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു എല്ലാം ചെയ്യ. ഓക്കെ. അല്ല മോനെ, നിന്റെ സ്നേഹം ഇപ്പൊ ഇതുവരെ ആയി, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ചേട്ടാ, പാമ്പും കീരി ഒരിക്കലും ഫ്രണ്ട്സ് ആവില്ല, എന്നും ശത്രുക്കളാണ്. എന്നെ കാരണം നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പ്രിയോന്റിയെ വിട്ടത്. ഗുഡ്, വളരെ നന്നായി. അതുകൊണ്ടാണ് നീ എന്റെ അനിയനായി ജനിച്ചേ. എല്ലാ ദിവസവും നിന്റെ ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചേട്ടാ, അസുമത് ചേട്ടാ, ആ, സൂക്ഷിക്കണം. ഓക്കെ. ഇപ്പൊ SP-യുടെ കണ്ണു മുഴുവൻ നമ്മുടെ മേലെ തന്നെയാണ്. റിലാക്സ്. നീ വിഷമിക്കാതിരിക്കേ. ആ ദുർജയെ അസ്മത്, ഒന്നും പറയണ്ട. പക്ഷെ കാറ് മാത്രം എവിടെ നിർത്താൻ പോവാണെന്നുള്ള കാര്യം എനിക്ക് പറയണം. അത് നീ മറക്കരുത്. കൃത്യം 11 മണിക്ക്. രാത്രി നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ പോലീസ് ചെക്കിങ്ങും അധികമായിരിക്കും. അതുകൊണ്ട് നമ്മൾ 8 മുതൽ 9 മണി വരെ ഗോഡൌണിൽ തന്നെ ഇരിക്കണം. റൈറ്റ്. അസ്മത്, നജീം പറയുന്നതും ശരിയാണ്. നമ്മൾ ദുർജയുടെ അറ്റൻഷൻ മാറ്റി തന്നെ ആവണം. ഒരു 8-8:30 ആവുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോണ വഴിയിൽ 2 പേരെ കൊന്നുകളഞ്ഞേക്ക്. പോലീസിന്റെ ഫോക്കസ് മുഴുവൻ ആ മർഡറിന്റെ പുറത്തായിരിക്കും. ആ സമയത്ത് ആയുധങ്ങളും കൊണ്ട് നമ്മുടെ ഗോഡൌണിലേക്ക് സേഫ് ആയിട്ട് പൊക്കോ. സേട്ടെ, റിയലി യു ആർ ജീനിയസ്. നജീം, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ.